എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നു. നമുക്ക് ക്രിബ് ഉണ്ടാക്കണം. ക്രിബിൻ്റെ ഒരു ചെറിയ രീതിയിലൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് അസംബിൾ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്കൊന്ന് അതിനകത്തേക്ക് വെച്ച് സെറ്റാക്കണം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ കഴിഞ്ഞ വർഷത്തെ പാക്കിംഗ് അങ്ങനെയാണ് തുറന്നിട്ട് പോലില്ല, ഏട്ടങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ക്രിബ് സെറ്റ് മൊത്തം ഇരിക്കുന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡിനകത്താണ് മൊത്തം നമ്മുടെ ഉണ്ണി, ഈശോ, മാതാവ്, ഔസേപ്പിതാവ്, അങ്ങനെ ഷെപ്പേർഡ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോവുക. ഇപ്പോൾ രാത്രിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഇന്ന് എനിക്കിവിടെ 2 പാഴ്സൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് തുറക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് നമ്മുടെ അൺബോക്സിങ് വീഡിയോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തുറന്ന് നോക്കണം. കാരണം നമ്മൾ ഈ ദിവസങ്ങളിൽ കുറച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് കാര്യങ്ങൾ, വീട്ടിലേക്കുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതെന്താ ഞാൻ തുറന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിനകത്തേക്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന 8 കണ്ടെയ്നറുകൾ കേട്ടോ. പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ, അതായത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെക്കാവുന്നത്. ഈ രീതിയിലത്തെ ഇങ്ങനത്തെ 8 പീസുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 126 രൂപയാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെക്കാം. നമ്മൾ പാക്കറ്റുകളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ചാറോ അല്ലെങ്കിൽ സോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് നമ്മൾ പാക്കറ്റുകളൊക്കെ ആയിട്ടുള്ളത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ, പൊട്ടിക്കാത്തതായാലും ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ പാക്കറ്റ് കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ ഇത് ഓരോരോ ബോക്സുകളിലാക്കി ഇങ്ങനെ വെക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും വെക്കാം. പച്ചമുളക്, ഇഞ്ചി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തിട്ട് വെക്കാം. അതുപോലെ പച്ചക്കറികളായാലും ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കാം. ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ നിർത്തി അങ്ങനെ ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. അപ്പോൾ അതിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് ഞാൻ വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ്. നമുക്കിത് ആമസോണിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സെൻഡ് ചെയ്തേക്കാം, അപ്ലോഡ് ചെയ്യാം. നമുക്ക് നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. വൈറ്റ് കളറുണ്ട്, പിന്നെ ഇതിൻ്റെ ഗ്രീൻ കളറുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇരിക്കുന്നത് കാണാനല്ലേ കൂടുതൽ ഭംഗി. തക്കാളി കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ ഇതൊരു 8 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നീക്കി വയ്ക്കാം. ഇനി ഒരു പാക്കറ്റും കൂടി ഉണ്ട്. നമുക്കിനി അടുത്ത പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. എന്താണ് ഇതിനകത്തുനിന്ന് പൊട്ടിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഞാൻ ഒരു 3-5 ഐറ്റം ഓർഡർ കൊടുത്തായിരുന്നു. നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ്. അപ്പോൾ അതിനകത്ത് ഏതാണ് ഇതെന്നുള്ളത് തുറന്നാൽ തന്നെ അറിയുള്ളൂ. ഓക്കെ, ഇത് നേരത്തെ വന്നപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി. ഇത് ഇങ്ങനൊരു ഐറ്റം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർപ്പറ്റ് ക്ലീനറാണ്. നമ്മൾ താഴെ അവിടെ ഇട്ടിരിക്കുന്ന കാർപ്പറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ചൂല് വെച്ചൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത്ര വേഗത്തിൽ അത് ക്ലീൻ ആവില്ല. അല്ലെങ്കിൽ ഇറുക്കിലി ചൂലായാലും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വൈറ്റ് കളറിലുള്ള ചൂലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ ക്ലീൻ ആവില്ല. അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ആക്കണമെങ്കിൽ നല്ലപോലെ ക്ലീനായി കിട്ടും. ഞാനൊരു കാർപ്പറ്റിലും ചെയ്ത് നോക്കട്ടെ. ഇതിങ്ങനെ കണ്ടപ്പോൾ അങ്ങനൊരു ഇഷ്ടം തോന്നി വാങ്ങിയതാണ്. നമ്മുടെ കാർപ്പറ്റ് ക്ലീൻ ആവുമല്ലേന്ന് അറിയില്ല, നോക്കട്ടെ കേട്ടോ. ആവുന്നുണ്ട് കേട്ടോ. ഇതാ, ഇതിന് ആക്ച്വലി 3 ബ്രഷ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ഇത്രയും സ്ഥലം നല്ല ക്ലീനായി കിട്ടി. ഞാൻ ക്ലീൻ ആയതൊക്കെ ആയിട്ട് ഇവിടെ താഴേക്ക് തട്ടിയിട്ടുണ്ട്. നൂലൊക്കെ ഒന്ന് വേഗത്തിൽ പിടിക്കും. ഇതപ്പോൾ കണ്ടോ ഈ ഒരു ഏരിയ ക്ലീൻ ആയത്. അപ്പോൾ നമുക്കത് ഇനി ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇട്ടൊന്ന് ഓടിപ്പിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് വൃത്തിയായി കിട്ടുന്നുണ്ട്. നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടല്ലോ ഇത്രയും സ്ഥലം ക്ലീൻ ആയി കിട്ടി നമുക്ക്.
അടിപൊളി. എത്ര നാളത്തേക്ക് ഉണ്ടാവും എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാർപ്പറ്റ് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത ഏരിയയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ റേറ്റ് വരുന്നത് 184 രൂപ. നല്ലതാട്ടോ അത്. ഇത് കാർപ്പറ്റ് ക്ലീനിങ് ബ്രഷ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് വേണം പയ്യെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യണം, ബാക്കിയൊക്കെ നാളെ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് ക്രിബ് സെറ്റ് ആക്കണം. എനിക്ക് പെയിൻറ് അടിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട് വശം, സമയം കിട്ടുമെന്ന് അറിയില്ല. ഇപ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടായാലും പെയിൻറ് അടിച്ചാൽ മതി, പക്ഷേ നോക്കട്ടെ, ടൈം കിട്ടിയേ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ. ഇന്നലെ ഞങ്ങൾക്ക് പിന്നെ സമയമൊന്നും കിട്ടിയില്ല. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും സമയം ഒത്തിരി ലേറ്റായി. അപ്പോൾ ഇപ്പോൾ ഇന്ന് വീണ്ടും പ്ലാനൊക്കെ മാറി. ഞങ്ങൾ ഈ ടേബിൾ മേലേക്കാണ് ക്രിബ് എടുത്ത് വെക്കാൻ പോകുന്നത്. ഇവിടെ വെക്കാമെന്ന് ആദ്യം ഓർത്തത്, പക്ഷേ നമുക്ക് ക്രിബ് സെറ്റ് കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റാച്യൂസ് കാര്യങ്ങളെല്ലാം വെക്കുമ്പോൾ അവിടെ സ്പേസ് ചിലപ്പോൾ കുറവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് വെക്കാമെന്ന് വിചാരിച്ച് ഈ ടേബിൾ നമ്മളിതാ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മുടെ ക്രിസ്മസ് ട്രീ അൺബോക്സിങ് നടക്കുന്നു. കഴിഞ്ഞ വർഷം പാക്ക് ചെയ്ത് വെച്ചത് കേട്ടോ. ഈ വർഷം ഇതാ നമ്മൾ ക്രിസ്മസിൻ്റെ ഈ ടൈമിൽ ഇതാ അൺബോക്സ് ചെയ്യണം. നമ്മൾ മാലബൾബ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, കത്തൊന്നും അറിയോ? നമുക്ക് ആ കോർണറിൽ സെറ്റ് ചെയ്യാം ക്രിസ്മസ് ട്രീ. ഇത് നമ്മൾ രാവിലെ എടുക്കുന്ന വീഡിയോ കേട്ടോ. സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങണം. പുറത്തൊക്കെ നല്ല സൂപ്പർ മഞ്ഞാണ്. ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ ഇതാ റെഡിയായി. ഇനി ഇതൊന്ന് വെച്ച് നമ്മുടെ ചെവിയൊക്കെ ഒന്ന് അടയ്ക്കണം, അല്ലെങ്കിൽ പുറത്ത് നല്ല മഞ്ഞാണ്. പിന്നെ ഇന്നലെ രാത്രി കുറച്ച് ഇവിടെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ ക്രിബിനെ നമ്മളെടുത്തതാ ഇവിടെ മുകളിലേക്ക് വെച്ചു. അപ്പം മുകളിലത്തെ കുറച്ചും കൂടി ഒന്ന് ഹൈറ്റിൽ വയ്ക്കണമെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി. പിന്നെ ക്രിസ്മസ് ട്രീനെ അവിടെ കോർണറിൽ വെച്ചു. പിന്നെ ഇതിൻ്റെ 4 ചുറ്റും റെഡ് കളർ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് സൈഡിന് ഒരു നല്ലൊരു ലുക്ക് കിട്ടാനായിട്ട്. പിന്നെ ഈ രാജാക്കന്മാരെയൊക്കെ അവിടെ സൈഡിൽ വെച്ച് ഈ രീതിയിലൊക്കെ നമ്മൾ സ്റ്റാച്യൂസൊക്കെ സെറ്റ് ചെയ്തു. നമ്മുടെ ഉണ്ണീശൊക്കെ ഇവിടെ കൂടിനകത്ത് ഓൾറെഡി ക്രിസ്മസ് ആയി, ഉണ്ണീശോ പിറന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. പിന്നെ വീഡിയോ ഇത് എന്നത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇനി ഇവിടെയൊക്കെ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ഉണ്ട്. ഇതെല്ലാം സ്കൂളിൽ പോയി വന്നിട്ട് ടൈം കിട്ടുമ്പോൾ വേണം നമുക്ക് ചെയ്യാനായിട്ട്. ചേട്ടൻ ഇവിടെ റെഡിയായി, ബാഗൊക്കെ തൂക്കി സെറ്റപ്പായി, തൊപ്പിയൊക്കെ കയ്യിലുണ്ട്. അങ്ങനെ പോകാൻ നിൽക്കുന്നു. ഇവിടെയൊക്കെ ആകെ മെസ്സായി കിടക്കുന്നത്. പേപ്പർ കട്ടിങ് വെക്കൽ. പിന്നെ ഇത് കാണിച്ചില്ലല്ലോ നിങ്ങൾ. ഇത് ഞാൻ നമ്മുടെ ചെറിയ ഒരു മൺകുടം എടുത്ത് ഈ രീതിയിൽ മിറർ വർക്കൊക്കെ ചെയ്ത്. ഇനി ഇതുമ്പോൾ കുറച്ചും കൂടിയൊക്കെ വർക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ല. കുറച്ചും കൂടി നമുക്ക് വാൾ പുട്ടിയൊക്കെ വെച്ച് കളറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത്രയ്ക്കും ടൈം കിട്ടിയില്ല. ഇനി നോക്കട്ടെ, സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ചെയ്യാം. പിന്നെ ഇതൊക്കെ നമ്മുടെ കൊച്ചു ഡെക്കറേഷൻ ഐറ്റംസ്. നമ്മുടെ മാലാഖ അവിടെ ഇരിക്കുന്നുണ്ട്. മാലാഖേനെ ഒന്ന് സെറ്റാക്കണം, അവിടെ ഒന്ന് കെട്ടാനുള്ള ത്രെഡ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും വൈകിക്കുന്നില്ല, പോകണം സ്കൂളിലേക്ക്, അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ ദേ അഞ്ചും ബാഗൊക്കെ തൂക്കി അപ്പോൾ സെറ്റായി. ബൈ പറഞ്ഞേ നമ്മുടെ ഫ്രണ്ട്സിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകണം കേട്ടോ. നല്ല സൂപ്പർ മഞ്ഞാണ് അവിടെ, സൂപ്പർ മഞ്ഞ് കണ്ടോ. ഞങ്ങളുടെ സ്കൂളൊന്നും കാണാൻ പോലും പറ്റുന്നില്ല, അത്രയും മഞ്ഞാണ്. അപ്പോൾ നമുക്കൊരു കുറച്ച് ദൂരത്തേക്ക് മാത്രമേ കാണുള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ വീഡിയോ 2-3 ദിവസത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഒറ്റ ദിവസം നമ്മൾ എടുത്തേക്കുന്നതല്ല, 2-3 ദിവസമായിട്ട് എടുത്തേക്കുന്ന വീഡിയോസാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആൽവിൻ്റെ ബർത്ത്ഡേ ആണ്. ആൽവിൻ ഇവിടെ ഇല്ല, ആൽവിൻ അയർലൻഡിലാണ്.
അപ്പോൾ നമ്മുടെ അറിയാത്ത ഫ്രണ്ട്സിനായിട്ട് പറഞ്ഞതാണ്. ആൽവിൻ അയർലൻഡിൽ സ്റ്റഡിക്ക് പോയിരിക്കുകയാണ്. അവിടെ MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആൽവിനെ ഒരു ദിവസം മിസ് ചെയ്യണം. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളുടെ മൂത്ത മകനാണ്. അപ്പോൾ ആൽവിനോട് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെയാണ്. പക്ഷെ ഞങ്ങൾ ആൽവിന് വേണ്ടി ഇവിടെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പോൾ അതേ അഞ്ചും ഞാനും കൂടെ കേക്ക് മുറിക്കണം. ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. മുറിക്കാം. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആൽവിൻ. ആൽവിൻ കുട്ടിന് വേണ്ടി ഞങ്ങൾ കേക്ക് മുറിച്ച് തിന്നാൻ പോവാം. ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയൊരു പ്ലം കേക്കാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഷർട്ടെല്ലാം ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. പൊട്ട് കൊച്ചു കഷ്ണം മതി. പപ്പയ്ക്ക് കൊടുക്കും. കഴിച്ചോ? അപ്പം അങ്ങനെ ആൽവിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി ചെറുതായിട്ട് ആഘോഷിച്ചു. ഞങ്ങൾ അപ്പം ആൽവിന് ഹാപ്പി ബർത്ത്ഡേ. നല്ല തണുപ്പാണെന്ന്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷനാണ്, കുട്ടികൾക്കുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പോൾ അതിനായിട്ട് പോകണം. ഇന്ന് ആ ഒരു പ്രോഗ്രാം വെച്ചിരിക്കുകയാണ്. ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വന്ന് ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ ഒത്തിരി പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിനായിട്ട് പോവാം. ഞങ്ങൾ സ്കൂളിൽ എത്തിയപ്പോഴേക്കും നല്ല അടിപൊളി ക്രിബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കൂളിലെ ക്രിബ്. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ വന്ന് ക്രിബൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ വർഷത്തെ ക്രിബ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് ആസ്വദിച്ചതാണ്. അപ്പോൾ ഈ സ്റ്റേജിലാട്ടോ ഇന്ന് പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോഗ്രാം ആരംഭിക്കേണ്ട സമയമായി. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളിനെയും മാനേജേഴ്സിനെയൊക്കെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാം കാണാനായിട്ട് ഇത് അവരെത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെല്ലാം പ്രോഗ്രാം കാണാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ചെറിയ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഞാൻ ഒറിജിനൽ സോങ് പ്ലേ ചെയ്യുന്നില്ല, കാരണം ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വേറെ മ്യൂസിക് ആട്ടോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം, പ്രെയർ ഡാൻസ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നഴ്സറി സ്റ്റുഡൻസിൻ്റെ ഒരു ക്രിസ്മസ് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് LKG UKG സ്റ്റുഡൻസിൻ്റെ സ്നോ ഡാൻസ് ആയിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കോസ്റ്റ്യൂം ആയാലും ഡാൻസ് ആയാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ക്ലാസ് 1 and 2 സ്റ്റുഡൻസിൻ്റെ ജിംഗിൾ ബെൽസ് ഡാൻസ് ആണ്. അപ്പോൾ ഇതായാലും നമ്മുടെ ജിംഗിൾ ബെൽസ് എന്നുള്ള സോങ് വെച്ചിട്ടുള്ള ഡാൻസ് ആയിരുന്നു. കുട്ടികൾ നന്നായി ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്തായിരുന്നു എനിക്കൊക്കെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ഞാനും വേറെ 2 ടീച്ചേഴ്സും കൂടിയായിരുന്നു ഈ ഒരു ഡാൻസ് പഠിപ്പിച്ചത്. അപ്പം അങ്ങനെ ഇവിടുന്ന് അങ്ങനെ മിക്കവാറും ക്ലാസ്സുകളുടെയൊക്കെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല പ്രോഗ്രാം ആയിരുന്നു. വീണ്ടും വേറെ ക്ലാസ്സിന്റെ ഡാൻസ് തുടങ്ങണം കേട്ടോ. അടുത്തത് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന ഒരു അച്ഛന്റെ സ്പീച്ച് കേട്ടോ. To be present to God and to be available to others in love, compassion and service. Yet to truly celebrate Christmas in its deepest sense, we must first recognize and welcome the ഇനിയും പല പല ക്ലാസ്സുകളുടെ ഡാൻസുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം. ഇത് വേറൊരു ഗ്രൂപ്പിന്റെ ഡാൻസ്. അപ്പൊ ഇവരുടെ ഡാൻസിന് ശേഷം പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛന്റെയും സ്പീച്ച് ഉണ്ടായിരുന്നു. Respected teachers and my dear children, first of all, I wish you a very happy Christmas. As Christmas approaches, our hearts and our campus are filled with a gentle joy. At St. Basil School, this season is not only about celebration, it is about reflection, about who we are, what we stand for,
and the kind of light we choose to carry into this world. അച്ഛൻ്റെ സ്പീച്ചിന് ശേഷം സ്റ്റേജിൽ തന്നെ വെച്ച് ക്രിസ്മസ് കേക്ക് കട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറച്ച് സ്റ്റുഡൻസിനെ വിളിച്ച് അച്ഛൻ്റെ കുറച്ച് ടീച്ചേഴ്സൊക്കെ ആയിട്ട് അങ്ങനെ ഇതാ കേക്ക് കട്ടിങ് നടക്കണം കേട്ടോ. കേക്ക് കട്ടിങ്ങിന് ശേഷം ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ക്രിസ്മസ് പാട്ടുണ്ടായിരുന്നു. പാട്ടിനിടയ്ക്ക് ഇതാ ഞങ്ങളുടെ ക്രിസ്മസ് അപ്പൂപ്പന്മാര് 2 പേര് എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പന്മാരും വന്ന് എല്ലാവരും ഹാപ്പിയായി. സ്റ്റുഡൻസ് എല്ലാവരും ഒത്തിരി ഹാപ്പി ആയിട്ട്, സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും ഒത്തിരി ഹാപ്പിയായി. അപ്പൊ അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. നല്ല പ്രോഗ്രാം ആയിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ ഒത്തിരി നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകണം. വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് ക്രിബിന്റെ കുറച്ചും കൂടെയൊക്കെ ജോലികൾ ബാക്കിയുണ്ട്, വീട്ടിലെ ക്രിബിന്റെ. അപ്പൊ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി വന്നു. നല്ല സൂപ്പർ തണുപ്പാണ് കേട്ടോ. ഇപ്പൊ നല്ല തണുപ്പാണ്. ഈ വർഷം എനിക്ക് തന്നെ തണുപ്പ് കൂടുതലായിരിക്കും തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ഇപ്പൊ തന്നെ രാവിലെയൊക്കെ നല്ല മഞ്ഞായി, അതുപോലെ തന്നെ തണുപ്പുണ്ട്. അപ്പൊ അങ്ങനെ സ്കൂളിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം വാഷ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതാ ക്രിബിൻ്റെ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കണം. നമ്മുടെ വളരെ ചെറിയൊരു ക്രിബാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് മാല ബൾബ് കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചത് കൂടി ഇരിക്കണം. അപ്പോൾ ഈ മാല ബൾബൊക്കെ ഇട്ട് നമുക്കൊന്ന് സെറ്റാക്കണം. അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഓരോ ദിവസം ഇത്തിരി ജോലികളായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു ദിവസം എല്ലാം കൂടെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയ്ക്കും ടൈമില്ല. ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും 3:30, 3:45 ആവും. അപ്പോഴാണ് വന്ന് ഫുഡ് കഴിക്കണേ. ഫുഡ് കഴിച്ച് പിന്നെ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഒക്കെ ഇട്ട് വരുമ്പോഴേക്കും 4:30, 5 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം ഉള്ളത് ചെയ്യാൻ. വീണ്ടും വൈകുന്നേരത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. വീട്ടു ജോലികളുണ്ട്, വാഷ് ചെയ്യാനുണ്ട്, പ്രസ് ചെയ്യാനുണ്ട്, അങ്ങനെ ഒത്തിരി ജോലികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കൊച്ചു ജോലികൾ കൂടെ ചെയ്യുന്നത്. ഒരു മാല ബൾബ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത മാല ബൾബും കൂടെ റെഡിയാക്കി എടുക്കാം. ഇവിടെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പം ഇതും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് നോക്കട്ടെ. എങ്ങനെയുണ്ട് നമ്മുടെ ക്രിബ്? അടിപൊളിയാണോ? ഓക്കെ, ഞാൻ ഇതും കൂടെ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റായി. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ഇരിപ്പുണ്ട്, അതും കൂടെ വേണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ പുറത്ത് ഇത്രയും മതിയെന്ന്. ഇനി ഇതെല്ലാം ഒന്ന് ഹാങ് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ ക്രിബിന്റെ ഒരുവിധം എല്ലാ ജോലികളും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ക്രിബിന്റെ ഫൈനൽ ലുക്ക്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഡിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.